അന്യമത വിദ്വേഷവും ആക്രമണോത്സുകമായ മതവർഗീയതയും പ്രചരിപ്പിക്കുന്ന വർഗീയ ശക്തികൾ ഗുരുവിനെ തങ്ങളുടെ ചേരിയിൽ പ്രതിഷ്ഠിക്കാൻ നടന്ന ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് കൈവന്ന നവോത്ഥാനത്തിൻ്റെ മാനവിക മൂല്യങ്ങൾ തട്ടിത്തെറിപ്പിക്കാനാണ് വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അന്യമത വിദ്വേഷം അലങ്കാരമായി കരുതുന്ന ഇത്തരം ശക്തികളാൽ ഗുരു അപഹരിക്കപ്പെടുന്നത് അനുവദിച്ചുകൂടാ. നേരത്തെ പറഞ്ഞൊരു കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശം സംരക്ഷിക്കപ്പെടുന്നതിനായുള്ള സമൂഹത്തിലെ ഇടപെടലിന് കൂടുതൽ നേതൃത്വം കൊടുക്കാൻ ശിവഗിരി മഠത്തിന് കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ തനിമ, ഈ തനിമ നവോത്ഥാന കാലഘട്ടത്തിന് ശേഷം നേടിയെടുത്തതാണ്. ഇന്ന് നാം എല്ലാവരും നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്. ആ കാലത്ത് അതിന് കഴിയുമായിരുന്നില്ല. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ താല്പര്യമനുസരിച്ചുള്ള വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാലത്ത് വിദ്യയും നിഷേധിക്കപ്പെട്ടിരുന്നു. ഇന്ന് ഭേദചിന്തയില്ലാതെ സോദരത്വേന കഴിയാൻ നമുക്ക് സാധിക്കുന്നു. എന്നാൽ തൊട്ടുകൂടായ്മയും തീണ്ടലും കണ്ണിൽപ്പെടാൻ പാടില്ലാത്ത അവസ്ഥയുമൊക്കെ ആ കാലത്തുണ്ടായിരുന്നു. ഇതെല്ലാം മാറ്റിമറിക്കുന്നതിനാണ് ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നവോത്ഥാന നായകർ പോരാടിയത്.